പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലുട്ടുവിൻ്റെ ഹരം. ഈ കഥ കേൾക്കൂ. ബ്രും 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 ബ്രും. ലുട്ടുക്കുറുക്കനെ ഹരം കൊള്ളിക്കുന്ന ശബ്ദമായിരുന്നു അത്. അച്ഛൻ ബൈക്ക് ഓടിച്ചു വരുന്നത് കാണുമ്പോൾ അവൻ ആവേശം കൊള്ളും. ലുട്ടുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ബൈക്ക് ഓടിക്കുക എന്നത്. അച്ഛൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ ബ്രൂം ബ്രൂം എന്ന ശബ്ദം കേട്ട് ലുട്ടുവിൻ്റെ കണ്ണുകൾ തിളങ്ങും. എനിക്കും ഓടിക്കാൻ തരുമോ എന്ന് അവൻ്റെ ചോദ്യം കേട്ട് അയാൾ പറയും, ഇല്ല മോനെ, നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല, വാഹനം കളിപ്പാട്ടമല്ല. ഒരു ദിവസം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് ലുട്ടു സഹിക്കവയ്യാത്ത കൊതി കൊണ്ട് ബൈക്കിൻ്റെ ചാവിയെടുത്ത് മുറ്റത്തിറങ്ങി. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് താക്കോൽ തിരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൻ്റെ ശബ്ദം അവനെ ഹരം കൊള്ളിച്ചു. താനൊരു വലിയ ഡ്രൈവറാണെന്ന തോന്നലോടെ ലുട്ടു ബൈക്കിലേറി മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് മുന്നിൽ ചെറിയൊരു കുഴി. അത് കണ്ട് ബ്രേക്ക് അമർത്തേണ്ടതിന് പകരം ആക്സിലേറ്റർ തിരിച്ചു. ബൈക്ക് കുലുങ്ങി. നിയന്ത്രണം തെറ്റിയെങ്കിലും ഭാഗ്യത്തിന് അവന് മുന്നോട്ട് തന്നെ നീങ്ങാൻ സാധിച്ചു. നേർവഴിയിലൂടെ മുന്നോട്ട് കുതിച്ചു പായുമ്പോൾ ഒരു മുയൽക്കുട്ടി കുറുകെ ചാടി. അവൻ ഹോണടിക്കുന്നതിന് പകരം ലൈറ്റ് ഓണാക്കി. മുയൽ ജീവനും കൊണ്ട് പാഞ്ഞു. അന്തം വിട്ട ലുട്ടു പിന്നെയും മുന്നോട്ട് കുതിച്ചു. ഒടുവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് നേരെ വഴിയരികിലുള്ള വാഴത്തോട്ടത്തിലേക്ക്. അവിടെ നിന്നിരുന്ന വാഴയിലിടിച്ച് മറിഞ്ഞു വീണു. അവൻ ഒരു വശത്തേക്ക് തെറിച്ചു വീണു. ബൈക്ക് മുന്നോട്ട് നീങ്ങി ഒരു കുഴിയിൽ മറിഞ്ഞു വീണു. നിലത്ത് കിടന്ന് ലുട്ടു ഉറക്കെ നിലവിളിച്ചു. അപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയ അച്ഛൻ വിവരമറിഞ്ഞു ഓടിയെത്തിയിരുന്നു. അച്ഛൻ ലുട്ടുവിനെ എഴുന്നേൽപ്പിച്ചു. അവന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ഭാഗ്യം. പക്ഷെ ബൈക്കിന് സാരമായ കേടുപാടുകൾ പറ്റിയിരുന്നു. അച്ഛൻ ഓടി വന്ന് ആദ്യം അവനെ ചേർത്ത് പിടിച്ചു. പൊന്നുമോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം. ലുട്ടു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ബൈക്ക് ഓടിക്കണമെന്ന് തോന്നിയ അച്ഛാ, പക്ഷേ ഓടിക്കാൻ അറിയില്ലെന്ന് ശരിക്കും മനസ്സിലായി. അച്ഛൻ ശാന്തമായി പറഞ്ഞു, ഭാഗ്യത്തിന് ഇപ്പോൾ ഇതിങ്ങനെ അവസാനിച്ചു. ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. റോഡിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ അബദ്ധം മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കും. വാഹനം ഓടിക്കാനുള്ള പ്രായമായാൽ പരിശീലനം നേടണം. എങ്കിലേ വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റൂ. ലുട്ടു ഒരു വലിയ പാഠം പഠിച്ചു. പിന്നീട് അവൻ സൈക്കിൾ ഓടിച്ച് റോഡ് നിയമങ്ങൾ മനസ്സിലാക്കി. ഹെൽമറ്റിൻ്റെ പ്രാധാന്യം അറിഞ്ഞു. പ്രായപൂർത്തിയായ ശേഷം പരീക്ഷ പാസ്സായി ലൈസൻസ് നേടിയപ്പോഴാണ് അച്ഛൻ താക്കോൽ അവന് കൈമാറിയത്. ഈ പ്രാവശ്യം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രൂം എന്ന ശബ്ദത്തിൽ ആവേശത്തേക്കാൾ ഉത്തരവാദിത്വം കൂടുതലായിരുന്നു. ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അവൻ ചെറിയ കുട്ടികളോട് പറഞ്ഞു, പ്രായപൂർത്തിയാകും മുമ്പ് വാഹനം ഓടിക്കുന്നത് ധൈര്യമല്ല, അബദ്ധമാണ്. നിയമം പാലിക്കുന്നതും സുരക്ഷ കാത്തു സൂക്ഷിക്കുന്നതുമാണ് യഥാർത്ഥ വീരത്വം. ശരിക്ക് പരിശീലനം നേടി ലൈസൻസോടെ അവൻ ബൈക്കുമായി പോകുന്നത് അച്ഛനും അമ്മയും ആനന്ദത്തോടെ കണ്ടുനിന്നു.